ഒരു സ്വതന്ത്രനായ സുധാകരനെ എന്തിന് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പേടിക്കുന്നു? ഇത് തന്നെയാണ് CPM നേതൃത്വത്തിനോട് സുധാകരനും ചോദിക്കുന്നത്. ഒരു സ്വതന്ത്രനായ തന്നെ നേരിടാൻ ഇത്ര വലിയ കോലാഹലം ആവശ്യമുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസത്തെ CPM പ്രകടനത്തെ പരിഹസിച്ച് സുധാകരൻ ചോദ്യമുയർത്തിയിരിക്കുകയാണ്. 5000 പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞതെന്നും എന്നാൽ പാർട്ടി മെമ്പർമാരിൽ 1/4 പേർ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സുധാകരനെ തുറന്നു കാണിക്കാൻ എന്നു പറഞ്ഞ് അമ്പലപ്പുഴയിലെ പാർട്ടി ഭാരവാഹികൾ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ 1/2 കിലോമീറ്റർ പ്രകടനത്തിലും തുടർന്ന് നടന്ന പൊതുയോഗത്തിലും അക്രമാസക്തമായ ഭീഷണികളാണ് മുഴങ്ങിക്കേട്ടത്. കൂടാതെ കാണിച്ചു തരും എന്ന പ്രയോഗവും. ഇയാളെ നേരത്തെ പുറത്താക്കേണ്ടതായിരുന്നു, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞത്. അധ്യക്ഷനായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം ഓമനക്കുട്ടനും സ്വാഗതം പറഞ്ഞ ഏരിയ സെക്രട്ടറി ഷ്യാംജിയും എല്ലാം കടന്നാക്രമിക്കുകയായിരുന്നു. സുധാകര, വർഗവഞ്ചക, നിന്നെ വെച്ചു പൊറപ്പിക്കില്ല എന്ന തരത്തിൽ വരെ പ്രസംഗമുണ്ടായി. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സുജാത സുധാകരന് പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങളെ പറ്റിയാണ് വിശദീകരിച്ചത്. സുധാകരന്റെ ബന്ധുവായ സുജാത എന്തായാലും കടുത്ത വാക്കുകൾ ഒന്നും പറഞ്ഞില്ല. MLA സലാം പതിവ് രീതിയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തന്നെ അഴിച്ചുവിട്ടു. 5000 പേരുടെ പ്രകടനമെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടിയിൽ 700 പേർ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത്. എന്നാൽ 2000 പേർ വരെ ഉണ്ടായിരുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. യഥാർത്ഥത്തിൽ 1200ഓളം പേരാണ് ഉണ്ടായിരുന്നത്. കേഡർ പാർട്ടിയായ CPM താഴെത്തട്ടിൽ അനുഭവിക്കുന്ന സംഘടനാ ദൗർബല്യം കണക്കിലെടുക്കുമ്പോൾ 1200 എന്നത് മോശം സംഖ്യയല്ല. എന്നാൽ വിഷയത്തിന്റെ പ്രാധാന്യവും തെരഞ്ഞെടുപ്പ് സാഹചര്യവും കണക്കാക്കുമ്പോൾ പ്രതിഷേധക്കാരുടെ പങ്കാളിത്തം നന്നേ കുറഞ്ഞുപോയി. അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ 3500ഓളം പാർട്ടി മെമ്പർമാരുണ്ട്. 2.5 ലക്ഷത്തോളം പൊതുജനങ്ങളുമുണ്ട്. 700 ആയാലും 2000 ആയാലും പാർട്ടി മെമ്പർമാർ പകുതി പോലും പങ്കെടുത്തില്ല എന്നാണ് വ്യക്തമാകുന്നത്. പൊതുജനങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടായില്ലെന്ന് വേണം കരുതാൻ. ഇത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത്. സുധാകരൻ ഫാക്ടറാണോ പങ്കാളിത്തം കുറയാനുള്ള കാരണമെന്ന് ചിന്തിക്കണം. സുധാകരനാണോ ശരി, അതോ പാർട്ടിയിലുള്ള പുതുതലമുറ നേതാക്കളാണോ ശരിയെന്ന് വിലയിരുത്തണം. പാർട്ടി നേതൃത്വത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കാൻ പാർട്ടി അണികൾക്കും പൊതുജനങ്ങൾക്കും കിട്ടിയ അവസരമായി. സുധാകരന്റെ നിലപാട് മാറിയിട്ടുണ്ടോ എന്നും വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും വെറുമൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല, സുധാകരന്റെ നിലപാട് ജില്ലയിലെ പാർട്ടിയിൽ ഒന്നാകെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ വിമത യോഗം നടന്നു എന്നത് ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ട കാര്യമാണ്. ആ യോഗത്തിലെ പങ്കാളിത്തവും പാർട്ടി തിരിച്ചറിയണം. തനിക്കെതിരെ നടത്തിയ പൊതുയോഗത്തിലും റാലിയിലും രാഷ്ട്രീയം പറയാതെ ഭീഷണി മാത്രം മുഴക്കിയാണ് നേതാക്കൾ മടങ്ങിയതെന്ന് സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. നാസറിന് മുമ്പേ പാർട്ടിയിലെത്തിയ ആളാണ് താനെന്നും ആ നാസറാണ് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതെന്നും സുധാകരൻ പരിഹസിച്ചു. ഒരു സ്വതന്ത്രനായ എന്നെ നേരിടാൻ ഇത്ര വലിയ കോലാഹലം ആവശ്യമുണ്ടോ എന്ന സുധാകരന്റെ ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. ജില്ലാ സെക്രട്ടറി നാസർ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യം KSUക്കാരനായിരുന്നില്ലേ എന്നും ഡിഗ്രിക്ക് വന്നപ്പോഴാണ് SFIക്കാരനായതെന്നും സുധാകരൻ പ്രതികരിച്ചു. പിന്നീട് പാർട്ടി മെമ്പറായപ്പോൾ SFIയിലെ പാർട്ടി മെമ്പർമാരുടെ യോഗം വിളിക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗമായ ചാർജുകാരൻ ഞാനായിരുന്നുവെന്നും സുധാകരൻ ഓർപ്പിക്കുന്നു. ആ നാസറാണ് എന്നെ കൈകാര്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നായിരുന്നു സുധാകരന്റെ പരിഹാസം.